everyone. Once again, welcome back to Educator. നമ്മുടെ വൺ അറ്റ് എ ടൈം എന്ന സീരീസിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം നമ്മൾ ഇതിലൂടെ പ്രീവിയസ് ഇയർ നീറ്റ് ജെഇ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർക്ക് എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2024 നീറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ടു ബോഡീസ് എ ആൻഡ് ബി സെയിം മാസ്, അപ്പൊ മാസ് ഐഡന്റിക്കൽ ആണെന്ന് മനസ്സിലായി. അണ്ടർഗോയിങ് കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് വൺ ഡയമെൻഷണൽ മോഷൻ. Okay, the body A move with a velocity v1 while body B at rest. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അത് ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. മാസസ് ഐഡന്റിക്കൽ ആണെന്ന് മനസ്സിലായി. ഫസ്റ്റ് ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ വെലോസിറ്റി v1 ആണ്, സെക്കൻഡ് ഒബ്ജക്റ്റിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, അത് റെസ്റ്റിലാണെന്ന് മനസ്സിലായി. ബിഫോർ കൊളീഷൻ the velocity of the system after collision is v2, then the ratio of v1 is to v2 is. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യം ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 പോയിന്റുകളുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് മറന്നു പോകരുത്. ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല എന്നത് ഓർത്ത് വെക്കുക. കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. ഫസ്റ്റ് പോയിന്റ് ആണ്, അത് ഓർത്തിരിക്കേണ്ടത്. അതേപോലെ രണ്ടാമത് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്? ഈ കേസിൽ, അത് ഏത് കേസ് കൊളീഷനും ആയിക്കോട്ടെ, മൊമെന്റം ഓഫ് ദ സിസ്റ്റം കൺസർവ്ഡ് ആയിരിക്കണം. ഒരു സിസ്റ്റമായിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കണം. അതായത് മൊമെന്റം ബിഫോർ കൊളീഷൻ ഓൾവേസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അതാണ് രണ്ടാമത്തെ കോൺസെപ്റ്റ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. പിന്നെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക, അതായത് ടോട്ടൽ കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്ഡ് എന്ന, അല്ലെ? കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ് എന്ന, പക്ഷെ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആണ്. കൈനറ്റിക് എനർജി ആണ് കൺസേർവ്ഡ് അല്ലാത്തത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് നിങ്ങൾ ഒന്ന് ഇറക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം പിക്ചോറൽ റെപ്രസെന്റേഷൻ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് മാസ് വരുന്ന സ്പീഡ് ഞാൻ u1 എന്ന് എടുത്തു, സെക്കൻഡ് മാസ് വരുന്ന സ്പീഡ് u2 എന്ന് എടുത്തു. ഇവർ തമ്മിൽ കൊളീഷൻ നടക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ബോഡി റെസ്റ്റിലായിരിക്കണം, അല്ലെങ്കിൽ u2ന്റെ സ്പീഡ് u1നേക്കാളും കുറവായിരിക്കണം. അപ്പൊ ഒബ്വിയസ്ലി ഇവർ കൊളീഷൻ നടന്നു. കൊളീഷന് ശേഷം നമുക്കിപ്പോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ u2 0 ആണ്. ക്ലിയർ? u1 എന്ന് പറയുന്നത് v1 ആണ്. വളരെ സെറ്റ് ആണല്ലോ. ഇനി ആഫ്റ്റർ കൊളീഷൻ ദേ മൂവ് വിത്ത് കോമൺ വെലോസിറ്റി. അത് ദേ സ്റ്റിക്ക് ടുഗദർ, അവർ ഒരുമിച്ചിരുന്ന് അങ്ങ് പോകും. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. ഇത്രേ ഉള്ളൂ. ഞാൻ ദൂരെ ഒരു സ്ഥലത്തു നിന്ന് ഓടി വരുന്നു. ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ഞാൻ ദൂരെ ഒരു സ്ഥലത്തു നിന്ന് ഓടി വന്ന് എന്റെ വൈഫിനെ എടുത്തോണ്ട് ഞാൻ അങ്ങ് ഓടി. അവള് റെസ്റ്റ് ചെയ്തിരിക്കുക, ഞാനൊരു പർട്ടിക്കുലർ സ്പീഡിൽ ഓടി വരിക, ഞാൻ എന്റെ വൈഫിനെ എടുത്തോണ്ട് ഒറ്റ ഓട്ടം. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ വെലോസിറ്റി. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ ഇൻഇലാസ്റ്റിക് കൊളീഷൻ വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ദ ലീനിയർ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ടോട്ടൽ ലീനിയർ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ലീനിയർ മൊമെന്റം കാണാം, മാസിന്റെ വെലോസിറ്റി. അപ്പൊ m1 u1 പ്ലസ് m2 u2. കണ്ടോ, സമ്മ എന്താ? സിസ്റ്റമാ. ഇതൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യണം. സിസ്റ്റത്തിന്റെ മൊമെന്റം ആണ് കൺസേർവ്ഡ്. ഇത് ബിഫോർ കൊളീഷൻ, ഇത് ആഫ്റ്റർ കൊളീഷൻ. അപ്പൊ ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയുമ്പോൾ മൊമെന്റം മാസിന്റെ വെലോസിറ്റി, മാസ് m1 പ്ലസ് m2 ആയി, വെലോസിറ്റി കോമൺ വെലോസിറ്റി. അപ്പൊ ഇവിടുന്ന് ഈ വെലോസിറ്റി കാണാം, ഈ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ വെലോസിറ്റി v എന്ന് പറയുന്നത് m1 u1 പ്ലസ് m2 u2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്താൽ ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന v2. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന v1 ആരാ? u1 ആണ്. നമുക്ക് നോക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഞാൻ ആദ്യം നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ എന്താ നമുക്കിപ്പോ കിട്ടിയത്? എന്തായിരുന്നു? ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ എടുത്ത് എഴുതുവാണ്. m1 u1 പ്ലസ് m2 u2 ഇനിഷ്യൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം, അല്ലെ? വിച്ച് ഈസ് ഈക്വൽ ടു m1 പ്ലസ് m2 ഇൻറ്റു ഫൈനൽ മൊമെന്റം v ആണ്. സോറി, ഫൈനൽ വെലോസിറ്റി v ആണ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഫൈനൽ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? m1 u1 പ്ലസ് m2 u2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനി ഓർത്തിരിക്കേണ്ട ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്താ? m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m ആണ്, ബിക്കോസ് ദേ ആർ ഐഡന്റിക്കൽ. ഇനിയും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോയിന്റുകൾ ഒന്ന് വായിച്ചേ. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ദ ബോഡി എ മൂവ് വിത്ത് സ്പീഡ് v1. എ എന്ന് പറയുമ്പോൾ എയുടെ സ്പീഡ് u1 ആയിരുന്നു. അപ്പൊ u1 നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് മക്കളെ? v1 ആണ്. അതുപോലെ u2 എന്ന് പറയുന്നത് 0 ആണ്. ഇനി ആഫ്റ്റർ കൊളീഷൻ ദ വെലോസിറ്റി ഓഫ് ദ സിസ്റ്റം v2 ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ v എന്നാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ v ആണ് നമുക്ക് v2 എന്നത് ഓർത്തിരിക്കുക. വളരെ ഈസി ആയിട്ട് അപ്ലൈ ആവുന്നതാണ്. സോ v2 ഈക്വൽ ടു m1 m2 എന്താ? m. അപ്പൊ ഇത് രണ്ടും m ആയി. കോമൺ ആയിട്ട് m പുറത്തോട്ട് എടുക്കാം.
അപ്പൊ എം ഇൻറ്റു u1 ആരാ? u1 എന്ന് പറഞ്ഞാൽ v1 ആണ്, u2 എന്ന് പറഞ്ഞാൽ 0 ആണ്. u2 0 ആണ്. ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് പറയുന്നത് 2m ആണ്. എമ്മും എമ്മും കട്ട് ചെയ്ത് കളയാം. ഫൈനലി നമുക്ക് കിട്ടും v1 ബൈ 2 എന്ന് കിട്ടി. v2 നമുക്ക് v1 ബൈ 2 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചത് എന്ത് കാണാനാ? v1 is to v2. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. v1 is to v2 ആണ് ചോദിച്ചത്. v1 നിങ്ങൾ v1 എന്ന് വിളിച്ചോളൂ. v2 നമുക്ക് എത്ര കിട്ടി? v1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. v1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. സോ നമുക്ക് ഇത് എന്ത് കിട്ടും മക്കളെ? 1 is to 1 by 2 എന്ന് കിട്ടും. 1 is to 1 by 2. അപ്പൊ റേഷ്യോ കിട്ടാൻ വേണ്ടി ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? ആൻസർ ഈസ് 2 is to 1. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് പഠിച്ചു വെക്കുക മക്കളെ. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.